ഹലോ ചെങ്കോളി, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഒന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വീഡിയോ ഇട്ടിട്ട് പോന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ കുളപ്പുള്ളിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ മറിയൻ എക്സ്പോയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സമയത്ത് ഇവിടെ തന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് എനിക്കിപ്പോൾ ഇവിടെ ഈ ഒരു സിസ്റ്റം ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇന്നാണ് വരാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യത്തിന് നല്ല ജനങ്ങളും കാര്യങ്ങളും തിരക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കണ്ടൊരു കാഴ്ച ഉണ്ടോ നിങ്ങൾ? എന്തായാലും അടിപൊളിയായിട്ടുണ്ടല്ലേ ഇത്, ഒരു റോബോട്ടിൻ്റെ നായ്ക്കുട്ടി. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ അപ്പോൾ അതെല്ലാവരും എന്നെ നല്ല ചിരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കളി കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഇത് ഇങ്ങനെ കാണുമ്പോഴേ നമ്മളെ നേരിൽ കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ആളുകൾക്ക് ഷെയ്ക്കൻഡ് കൊടുക്കുന്നുണ്ട്, നിന്ന് തൊഴുകണുണ്ട് ഇതേ. അപ്പോൾ തൊഴുകുന്നുണ്ട്, കയ്യിൽ കലാശമൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടുണ്ട് ഈ ഒരു ഇത്. അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ അപ്പോൾ ഇവിടുന്ന് ആരും പോകണില്ല കേട്ടോ. എന്താ വെച്ചിട്ട് ഇതന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ വളരെയധികം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കുട്ടികളൊന്നും ഇവിടുന്ന് പോകണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ നിന്ന് വട്ടം കറങ്ങൊക്കെ ചെയ്യണത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പായുണ്ട് കേട്ടോ. എന്തായാലും ഇതിൻ്റെ മുഖത്തൊരു ലൈറ്റ് എല്ലാം കത്തുന്നുണ്ട്, എന്തോ ഒരു സാധനം കടന്ന് തിരിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സെൻസറാണ് ഇതിൻ്റെ മെയിൻ തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു കാഴ്ച കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കണ്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ആളുകൾക്ക് സെക്കൻഡും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനായി. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അകത്തേക്ക് പ്രവേശിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഇതേമാതിരിയുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. അത് പാലക്കാടായിട്ടുണ്ടായിരുന്നത്. അത് മറീൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. ഇത് മറീൻ എക്സ്പോ ആണ് കേട്ടോ ഇത്. അപ്പോൾ രണ്ട് കമ്പനിയാണ്. എന്തായാലും ഇന്നിപ്പോൾ വൈകുന്നേരത്തെ ഈ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ് ചിലപ്പോൾ നൈറ്റ് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മീനുകൾ ഒരുപാട് തരത്തിലുള്ള മീനുകളാണ് കേട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ വന്നിട്ടൊക്കെ സെൽഫി എടുക്കാനൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാനും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ എന്തായാലും ഈ ഒരു മീനുകളുടെ ഈ ഒരു കാഴ്ചയെല്ലാം കാണാനൊക്കെ നല്ല കൗതുകം തന്നെയായിരുന്നു കേട്ടോ. അതേമാതിരി തന്നെ അകത്തേക്ക് ഇങ്ങനെ പോയപ്പോൾ നല്ല മറീൻ വേൾഡ് മാതിരിയല്ല കേട്ടോ, അവതരിക്കും വലുതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും വലിയൊരു മീൻ കണ്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് അത്യാവശ്യത്തിന് വലുപ്പമുള്ളൊരു മീനാണ്. അങ്ങനെ പിന്നെ പലതരത്തിലുള്ള ചെറിയ ചെറിയ ഫിഷുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫിഷിൻ്റെ ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പിന്നെ അടുത്തൊരു സെക്ഷനിലേക്ക് പോയി നോക്കിയപ്പോൾ ഇവിടെയും വേറെ തരത്തിലുള്ളൊരു മീൻ കേട്ടോ. അപ്പോൾ അങ്ങനെ എത്രയോ തരത്തിലുള്ള വെറൈറ്റി ഫിഷുകളാണുള്ളത്. അപ്പോൾ അടുത്തൊരു ഇതിലേക്ക് പോയപ്പോൾ മൊത്തത്തിലൊരു ഗ്ലാസിൻ്റെ ഇതാണ് കേട്ടോ. നമ്മളിപ്പോൾ ശരിക്കും സത്യം പറയണ ചിലപ്പോൾ ഒരു അണ്ടർ വാട്ടർ തണൽ, ചിലൊരു വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ, ഒരു ഫീലാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് നോക്കിയപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അതും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട്. തലയ്ക്ക് മേലെ വലിയൊരു സ്രാവും കുട്ടിയെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് കാണാനും നല്ല സൂപ്പറാണ്. അപ്പോൾ മൊത്തത്തിലിപ്പോൾ വീഡിയോ ക്ലാരിറ്റി കറക്റ്റായിട്ട് കിട്ടണില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ മൊത്തത്തിലൊരു നീല കളറാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ കിട്ടണുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനിവിടെ വന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും സെൽഫിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ, നല്ലൊരു തണുപ്പാണ്. ഇവിടെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തൊക്കെ ഭയങ്കര ചൂടുള്ളത് മാതിരിയല്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ നടുക്കിലല്ലേ 4 പേരും. അപ്പോൾ എന്തായാലും അത് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. ലൈക്ക് അടിക്കാൻ അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെയും അടുത്തൊരു സെക്ഷനിലേക്ക് യാത്ര ഇങ്ങനെ ആരംഭിച്ചപ്പോൾ ഇവിടെ പിന്നെ ചെറിയ മീനുകളൊക്കെ ഉള്ളത്. ചെറിയ മീനുകളിനെ കാണാനും നല്ല രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ചെറിയ മീനുകൾ, പല തരത്തിലുള്ള വെറൈറ്റി തരത്തിലുള്ള മീനുകളാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ആളുകൾക്കൊക്കെ നല്ല കൗതുകം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു മറീൻ എക്സ്പോ ഇവിടെ വന്നപ്പോൾ അന്നേ വന്നാൽ മതിയായിരുന്നു തോന്നുകയാണ്. കാരണം വെച്ചാൽ അത്രയ്ക്കും നല്ല ഫീലാണ്. ഇവിടെ വന്ന സമയത്ത് പോവാനേ തോന്നിയായിരുന്നില്ല കേട്ടോ. തിരിച്ച് നമ്മളിവിടുന്ന് പോകാൻ തോന്നില്ല. അപ്പോൾ അതത് മാത്രമല്ല കേട്ടോ, ഇതെന്താന്ന് ചോദിച്ചാൽ മറ്റേ ഉടുമ്പാണോ ഓന്താണോ മരോന്തോ അതെന്താ സംഗതി അറിയില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. എനിക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയണവരുണ്ട് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു സെക്ഷനിലേക്ക് ഇങ്ങനെ പോയി നോക്കിയപ്പോൾ കുറേ മീനുകൾ തന്നെ, പലതരത്തിലുള്ള മീനുകൾ. പോരാത്ത ഒരുപാട് ആമകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ആമകളുടെ ഈ വീഡിയോ നോക്കി നിങ്ങൾ പാമ്പാണ് കേട്ടോ. അത് മലമ്പാമ്പാണ് ഇത്രയത്. ഇതിൻ്റെ മോനെ ഈ ചങ്ങായിക്ക് ഞാനിതിൻ്റെ അടുത്ത് 7 പരിസരത്ത് കൂടെ വരില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കൈ പിടിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എന്നോട് വേണോ ചോദിച്ചു. എനിക്ക് വേണ്ട ചങ്ങായി, ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ നിന്ന് നോക്കി നിന്നിട്ടോ കുറച്ച് നേരം. അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടിട്ട് പിന്നെയും ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ അടുത്ത സെക്ഷനിൽ പിന്നെയും മീനുകൾ തന്നെ. മീനിനെ കണ്ടിട്ടാണ് മടുത്തി വന്നത്. ചിലപ്പോൾ ഇനിയിപ്പോൾ പോരാൻ കാലത്ത് ഇനിയിപ്പോൾ അരക്കിലോ മീൻ കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടാനും വെക്കായിരുന്നു. അപ്പോൾ അതും തരുണ്ടാവില്ല പിറ്റിങ്ങൾ. അപ്പോൾ എന്തായാലും ഇത് വലിയൊരു അലാക്കിൻ്റെ വലിപ്പമുള്ള നീളത്തിലുള്ളൊരു മീനുണ്ട്. ഇത് സ്രാവിൻ്റെ കുട്ടിയന്മാരുണ്ട് അല്ലേ.
അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെ കണ്ടൊരു കാഴ്ച നോക്കി നിങ്ങൾ ഒരു മറ്റേ മത്സ്യകന്യക എൻ്റെ മോനെ കാണാൻ നല്ല ചന്തൽ കേട്ടോ. ഞാൻ പെണ്ണ് അന്വേഷിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ കരുതി. അപ്പോൾ നോക്കുമ്പോൾ ഉമ്മയൊക്കെ തന്നു, ആർക്കും പറയണ്ട കേട്ടോ, ഉമ്മയൊക്കെ തന്നു കേട്ടോ 34. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കണ്ട് ഇടങ്ങാനിട്ടിട്ട് കേട്ടോ, എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ടേ. അപ്പോൾ അന്ന് പാലക്കാട് പോയ സമയത്ത് ഇതേമാതിരി വേറൊരു കുട്ടി ഉണ്ടായിരുന്നത്. പക്ഷെ നോക്കി നോക്കുമ്പോൾ അത് ആണായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് ശരിക്കുള്ള പെണ്ണ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുപ്പായം എന്തൊക്കെ ധരിച്ചിട്ടുണ്ട്. ഇക്കാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ പോരാനും തോന്നുന്നില്ല, പോരെ പുലിവാലി. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ചു നേരം അങ്ങനെ അങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ ഉമ്മയൊക്കെ കിട്ടി സന്തോഷമായി. കുറച്ചു നേരം അവിടെ പിന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നിട്ടാ. പിന്നെ ആൾക്കാർ എന്നെ തന്നെ നോക്കാൻ തുടങ്ങി, ഈ ചങ്ങ എന്താ ഇവിടെ നിന്ന് പോവാത്ത വെച്ചിട്ട്. അപ്പോൾ ഞാൻ പിന്നെ മെല്ലെ അവിടെ നിന്ന് എസ്കേപ്പ് ആയതാണ്. അപ്പോൾ എന്തായാലും ഇത് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടുണ്ട് കാണാൻ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് മാറാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മറീൻ വേൾഡിൻ്റെ കാഴ്ച മറിയൻ എക്സ്പോൻ്റെ കാഴ്ച കാണാനും നല്ല രസം തന്നെ ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കഴിച്ചായിരുന്നില്ലേ പണ്ടത്തെ മുട്ടായികൾ, എത്രയോ തരത്തിലുള്ളത്. പുളി മുട്ടായിയാണ് കേട്ടോ, പുളി അച്ചാർ എന്ന് പറയും. അപ്പോൾ അതേ കട്ടി മുട്ടായി, അങ്ങനെ പലതരത്തിലുള്ള മുട്ടായികൾ. എൻ്റെ മോനെ വീഡിയോസ് എടുത്താണ് മടുക്കും നമുക്ക്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾക്ക് വീട്ടിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ എല്ലാ തരത്തിലുള്ള സാധനവും ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ വീഡിയോ എടുത്തു, പക്ഷെ അതൊന്നും ഇവിടെ ഉൾപ്പെടുത്തി. അതിന് ശേഷം പിന്നെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കൂടിയിട്ട് ആകപ്പാടെ ഞാൻ ക്യാമറ ഒക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കയറി കിട്ടും. അപ്പോൾ നോക്കിയപ്പോൾ ഇത് പുലിവാലാണ് കണ്ടപ്പോൾ പിന്നെ ഫോണൊക്കെ എടുത്ത് പോക്കലിട്ടു. ഇതിലാണ്ട് കയറിയിട്ട് ആകപ്പാടെ അടങ്ങാറായില്ല എൻ്റെ പൊന്നാര മക്കളെ. ഇപ്പം ഇതിലും കയറാൻ വേണ്ടി നിന്നു കേട്ടോ. പിന്നെ കയ്യിൽ കയറിയപ്പോൾ തന്നെ പിന്നെ മതിയായി. അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. ഓക്കെ ബൈ. പിന്നെ പഠിച്ചാൽ ഇങ്ങനെയൊക്കെ കളിക്കാനുള്ള ഒരുപാട് ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ ശരി എന്നാൽ ഓക്കെ ബൈ. പിന്നെ കണ്ട്